കേരളത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്തായിരുന്നു? ഒരിടതുപക്ഷ സമൂഹത്തെ, ഇടതുപക്ഷ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയരഹിതമായും നമ്മുടെ സാമൂഹിക ഇടപെടലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആരോഗ്യത്തിൻ്റെ, കുടിവെള്ള ലഭ്യതയുടെ, ഗതാഗതത്തിൻ്റെ, യാത്രാ സൗകര്യങ്ങളുടെ, വിദ്യാഭ്യാസത്തിൻ്റെ, അങ്ങനെ ഏത് മേഖല എടുത്താലും കേരള മാതൃക എന്ന് പറയാവുന്ന നിലയിൽ സവിശേഷമായ വികാസവും കേരളത്തിൽ കഴിഞ്ഞ അരമുക്കാൽ നൂറ്റാണ്ടുകൊണ്ട് സംഭവിച്ചു. ഇതിൻ്റെ അനന്തരഫലം എന്ന നിലയ്ക്കാണ് ഞാൻ നേരത്തെ ഇടതുപക്ഷ ജീവിത മൂല്യങ്ങൾ എന്ന് പറഞ്ഞ മതനിരപേക്ഷതയുടെ, സമത്വബോധത്തിൻ്റെ, സാമൂഹ്യ നീതി സങ്കല്പത്തിൻ്റെ, തൊഴിലവകാശത്തിൻ്റെ, മനുഷ്യാന്തസ്സിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം കേരളത്തിൽ വന്നത്. ഞാൻ കാലടിയിൽ സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ഈ കോവിഡ് കാലം വരെ അങ്കമാലിയിൽ നിന്ന് ബസ്സിന് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും ബസ്സിനാണ്. അന്ന് അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ ബസ്സിലുണ്ടാവും. പെരുമ്പാവൂരാണ് അതിൻ്റെ ഒരു വലിയ കേന്ദ്രം എന്നതുകൊണ്ട്. അപ്പം ഞാൻ ഈ യാത്രക്കിടയിൽ അവരോട്, അടുത്തിരിക്കുന്ന ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികളോട് ഇങ്ങനെ അവരോട് എപ്പോഴും ചോദിച്ചിരുന്ന ഒരു കാര്യം, എന്താണ് നിങ്ങൾക്ക് കേരളത്തിൽ സവിശേഷമായി നിങ്ങളെ ആകർഷിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ അവരെല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സംശയരഹിതമായും കൂടുതൽ കൂലി കിട്ടുന്നു എന്നതാണ്. അന്നത്തെ നിലയിൽ 200-300 രൂപ നാട്ടിൽ കിട്ടുമ്പോൾ ഇവിടെ 800-1000 രൂപ കിട്ടുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറഞ്ഞ ഒരു പ്രധാന കാര്യം, നമ്മുടെ ചർച്ചകളിൽ സാധാരണ ആളുകൾ പറയാത്ത കാര്യമാണ്, മനുഷ്യാന്തസ്സുണ്ട് എന്നതാണ്. സർവകലാശാലയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഞാനും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും ഒരു ബസ്സിൽ ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്യുന്നത്. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് കടയിലും പോവാം, ഏത് സിനിമാ തിയേറ്ററിലും പോകാം, എവിടെയും കയറി ഭക്ഷണം കഴിക്കാം. അതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹികമായ അതിക്രമങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ ഈ വസ്ത്രം തേക്കാനായിട്ട്, അയൺ ചെയ്യാനായിട്ട് തേപ്പ് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. BA ബിരുദധാരിയാണ്. ജാതി ശ്രേണിയിൽ താഴ്ന്ന തട്ടിലുള്ള വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറയുന്നൊരു കാര്യം, എൻ്റെ നാട്ടിൽ എൻ്റെ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ കയറാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത്, അന്ന് ശർമ്മസേവാവ് മന്ത്രിയാണ്. ഇവിടെ മന്ത്രി പോകുന്ന വഴിയിൽ എൻ്റെ വീട്ടിൽ ഡ്രസ്സ് തന്നിട്ട് പോകും, തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് അത് വാങ്ങിപ്പോകും. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, മനുഷ്യാന്തസ് എന്ന് പറയുന്നതിന് ഇപ്പം കേരളത്തിൽ കൂലി കൂടുതലാണ് എന്നെല്ലാം പറഞ്ഞ് കേരളത്തിലെ മധ്യവർഗവും കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും ഒക്കെ വലിയ കോലാഹലം എപ്പോഴും ഉണ്ടാക്കും. വാസ്തവത്തിൽ മനുഷ്യാന്തസ്സിൻ്റെ വിലയാണത്. നിങ്ങൾ 8 മണിക്കൂർ പണിയെടുത്താൽ അഭിമാനകരമായി ജീവിക്കാൻ കഴിയുന്ന വേതനം നൽകുമെന്നൊരു സമൂഹം ഉറപ്പുവരുത്തുന്നത് ആ സമൂഹത്തിൻ്റെ അന്തസ്സാണ്. അല്ലാതെ അത് ചൂഷണമൊന്നുമല്ല. അത് മനുഷ്യാന്തസ്സിന്, അധ്വാനത്തിന് വിലയുള്ളൊരു സമൂഹമായി കേരളം മാറി എന്നതിൻ്റെ തെളിവാണ്. ഈ നിലയിൽ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഏത് ജീവിതത്തിൻ്റെ ഏത് തട്ടിലുള്ള മനുഷ്യർക്കും ജീവിതാന്തസ്സുണ്ട് എന്ന നമ്മുടെ പൊതുവായ കരുതൽ, ഞാനതൊരു കക്ഷിതലത്തിലൊന്നും ചുരുക്കി പറയുന്നില്ല, കേരളം നേടിയ വലിയൊരു വികാസമാണ്, വലിയൊരു കരുതലാണ്. ആ കരുതലിൻ്റെ കൂടി ആവിഷ്കാരമാണ് നേരത്തെ പറഞ്ഞ ദാരിദ്ര്യത്തെ 0.5% ചുരുക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്ന കാര്യം കേരളത്തിൻ്റെ ഇടതുപക്ഷ മൂല്യബോധത്തിനുള്ള വലിയൊരു ആവിഷ്കാരമാണ്. വാസ്തവത്തിൽ അതിൻ്റെ തുടർച്ചയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലായ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്. 50 വീടോ 100 വീടോ 500 വീടോ പണിതു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ 5000 വീട് പണിതു കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ 5 ലക്ഷം വീടുകൾ ഒരു ജനസമൂഹം അന്നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി പണിതു കൊടുക്കുന്നു എന്നുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സാമൂഹ്യ ഇടപെടലാണ്. അത്ര വിപുലമായ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ ഇടപെടലുകളിൽ ഒന്നിൻ്റെ പട്ടികയിൽ സംശയരഹിതമായും പെടുത്താവുന്ന ഒരു കാര്യമാണ് ഈ ലൈഫ് ഭവന പദ്ധതിയും അതിലൂടെ 5 ലക്ഷം മനുഷ്യർക്ക് അവർക്ക് ആവാസ സ്ഥലങ്ങളുണ്ടായി എന്നതും. മാഷ് നേരത്തെ ഇവിടെ പറഞ്ഞു, 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമിക്ക് മേൽ ഉടമാവകാശം കിട്ടിയതാണ് കേരളത്തെ ഘടനാപരമായി മാറ്റിയത്. അത്ര വ്യാപ്തിയുള്ള മറ്റൊരിടപെടലാണ് വാസ്തവത്തിൽ ഈ ലൈഫ് ഭവന പദ്ധതിയിലൂടെയൊക്കെ ഉണ്ടായി വന്നത്. ഇങ്ങനെ സാമൂഹ്യ ഇടപെടലിൻ്റെ വിപുലമായ ഒരു സ്വാധീനമാണ്
കേരളത്തിലെ ഇടതുപക്ഷ ജീവിതത്തെ സാധ്യമാക്കിയത്.